വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ വരുമ്പോൾ അൻവർ യു ഡി എഫിൻ്റെ വോട്ട് പിടിക്കുന്ന അൻവർ യു ഡി എഫിൻ്റെ വോട്ട് പിടിക്കുന്ന തീർത്തും അടിസ്ഥാനരഹിതമാണ്. നമ്മൾ പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭൂരിപക്ഷവും പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ടതുപോലെ LDF ക്യാമ്പിൽ നിന്നാണ്. അത് വോട്ടിംഗ് പൂർത്തിയായി വോട്ടിംഗ് പെർസെൻറ്റേജ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. എന്തായിരുന്നാലും ജനങ്ങൾ ഈ പറയുന്ന സകലമാന മന്ത്രിമാരും MLA മാരും MP മാരും തലകുത്തി മറിഞ്ഞിട്ടും TV അൻവറിനൊരു 3000 വോട്ട്, പിന്നെ ഒരു 5000 വോട്ട്, പിന്നെ ഞെരുങ്ങി ഇന്നലെ രാത്രിയൊക്കെ ആകുമ്പോൾ ഒരു 8000 9000-ത്തിലൊക്കെ എത്തിയിരുന്നു. 40% വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ 10000 ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ചില പാഠങ്ങൾ ഞാൻ പറയുന്ന പിണറായിസം കേരളത്തിലെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നിൽക്കുകയാണ്. മലയോര വിഷയം 63 മണ്ഡലങ്ങളിൽ അതിസജീവമാണ്. 489 പഞ്ചായത്ത്. ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ മലയോര കർഷകരുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്ത് വന്യജീവി വിഷയത്തിന് അൻവർ വീണ്ടും പിണറായിസത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. സതീശനിസം തൽക്കാലം കൈയൊഴിഞ്ഞുകൊണ്ട് അൻവർ വീണ്ടും പിണറായിസത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അൻവർ പറയുന്നത് അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളാണ് ഈ വോട്ടിംഗ് പാറ്റേണിൽ പ്രതിഫലിക്കുന്നതെന്നാണ്. തീർച്ചയായിട്ടും അൻവറിനത് പറയാം. കാരണം 10000 വോട്ട് കടന്നിട്ടുണ്ട് അൻവർ ഇപ്പോൾ. കാരണം ഇത് വോട്ട് പൂർണ്ണമായി എണ്ണി തീരാതിരിക്കെ തന്നെ 10000 വോട്ട് കടന്ന അൻവർ 10000 മുതൽ ഒരു 15000 വരെ വോട്ട് പിടിച്ചാൽ തന്നെ അൻവർ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് ജനപിന്തുണയുണ്ട് എന്നതിന് തെളിവാണ്. ഒരു സംശയം വേണ്ട. പക്ഷേ അൻവർ ഇന്നലെ വരെ പറഞ്ഞത് അങ്ങനെയല്ല. തനിക്ക് 25000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിനി പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ 9ാം റൗണ്ട് പൂർത്തിയാകാൻ പോകുന്നു.